ഹലോ യുവാൻ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് പി കെ. മക്കളെ, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാർ. ഇവിടെ നിങ്ങൾക്ക് GOC-യിലുള്ള അഥവാ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സാർ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സാമിന് എന്നോടൊരു കുട്ടി വന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് സാർ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള ഒരു ഏരിയ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിൽ നിന്നും ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 എഫക്റ്റുകൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, ദെൻ റെസൊണൻസ് എഫക്റ്റ്, അതുപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ. ഒന്നുകിൽ ഈ 4 ഏതെങ്കിലും ഒന്നോ, അതല്ലെങ്കിൽ 2 തമ്മിലുള്ള കമ്പാരിസനോ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നിട്ട് അവിടെ എന്ത് എഫക്റ്റാണ് കാണിക്കുന്നതെന്നോ, ഇന്ന് പല ടൈപ്പിലായിരിക്കും ഇതിൻ്റെ ചോദ്യങ്ങൾ വരാനായിട്ട് നിൽക്കുന്നത്. മേ ബി അത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആവാം, അതല്ലെങ്കിൽ 2 മാർക്ക് ആവാം, അതല്ലെങ്കിൽ 4 മാർക്ക് വരെ ചോദിച്ച വർഷങ്ങളുണ്ട്. ഓക്കെ, എനിവേ, ഇതിൽ തന്നെ ഈ 4 എഫക്റ്റുകൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റുമാണ്. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ 2 എഫക്റ്റും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മളുടെ സൂപ്പർ 60-യിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. സോ നമുക്ക് കൺസെപ്റ്റ് നോക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മക്കളെ? ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിൽ 3 കാര്യങ്ങളാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏത് ടൈപ്പ് ഇലക്ട്രോൺ ആണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതായത് സിഗ്മ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ്, അതേപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ 3 ഇലക്ട്രോൺസ്, സിഗ്മ ഇലക്ട്രോൺസ് പറഞ്ഞാൽ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ ഈ 3 ഇലക്ട്രോൺസിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ആയിരിക്കും അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് അതിന് കാരണം എന്താ, അതായത് അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ഒരു കാരണം ഉണ്ടായിരിക്കും. ഓക്കെ, ആ കാരണം എന്താന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതൊരു പെർമനന്റ് ആയിട്ടുള്ളതാണോ അതല്ലെങ്കിൽ ടെമ്പററി ആണോ? ഈ 3 കാര്യങ്ങളാവണം നിങ്ങളൊരു എഫക്റ്റ്, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടതും അല്ലെങ്കിൽ പറയേണ്ടതും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റി ചർച്ച ചെയ്യാം. മക്കൾ, ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താ? സിഗ്മ ഇലക്ട്രോൺസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് തന്നെ കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണോ അതല്ലെങ്കിൽ പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണോ? ഇവിടെ പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ്. മക്കളെ, സെറ്റ് അല്ലേ? ഇനി എന്താ ഇതിന് കാരണമല്ലേ കിട്ടേണ്ടത്? അറൈസസ് ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ആറ്റംസ്. 2 ആറ്റംസ് തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഈ എഫക്റ്റിന് കാരണം. ഇറ്റ്സ് എ പെർമനന്റ് എഫക്റ്റ്. ഇതൊരു എന്താണടാ? പെർമനന്റ് എഫക്റ്റ് ആണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ 2 ടൈപ്പ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. എന്തൊക്കെയാടാ? ഒന്ന്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് നമ്മൾ പറയും, അതാണ് +I ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും, അതാണ് -I ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ തമ്മിലുള്ള മാറ്റം എന്ന് അറിയാം മക്കളെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കാർബൺ ചെയിൻ, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു കാർബൺ ചെയിൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈ കാർബൺ ചെയിൻ, അത് റിംഗ് ആവട്ടെ ചെയിൻ ആവട്ടെ, എനിവേ ആ കാർബൺ ചെയിൻ, അതാണ് മെയിൻ ചെയിൻ. അതുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് ഈഫ് അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, ഏത് ഗ്രൂപ്പാ? ആൽക്കൈൽ ഗ്രൂപ്പ്. വാട്ട് ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, അതായത് നമ്മളുടെ ഹൈഡ്രോ കാർബൺ ബ്രാഞ്ചസ് ഇല്ലേ, അവരെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പുകൾക്കുള്ള പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അവർ ഇലക്ട്രോണിനെ അതിൻ്റെ മെയിൻ ചെയിനിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുക. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുക എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ വിളിക്കാറ്, ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ വിളിക്കാറ്. ഓക്കെ, അത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിവേ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്നവൻ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ നമ്മളുടെ മെയിൻ ചെയിനിലേക്ക് കൊടുക്കുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഗ്രൂപ്പുകൾ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പുകളാണ് +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. എന്ത് ഗ്രൂപ്പുകളാ? +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പോൾ ഈ മക്കളെ, ഇതിന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ എന്താടാ? ഇവിടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ നമ്മളുടെ മെയിൻ ചെയിനിലേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കൈൽ ഗ്രൂപ്പിന് അവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജിന്റെ എഫക്റ്റ് ആണ് ഉണ്ടാവുക. അത് എവിടെയാക്കാണോ ഇലക്ട്രോൺ വരുന്ന കാർബൺ ഉള്ളത്, അതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. എന്നാൽ ഈ കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഉണ്ടല്ലോ, അവിടെ ഇതിൻ്റെ ചെറിയൊരു എഫക്റ്റ് അവർക്ക് കൂടി കിട്ടും. സോ അവിടെ അത്ര നെഗറ്റീവ് ചാർജ് ഇല്ലെങ്കിലും പാർഷ്യാലിറ്റി കുറയും. ഓക്കെ, റെഡി?
അടുത്തുള്ള 3 കാർബൺ വരെ മാത്രമാണ് ഈ എഫക്റ്റ് നിലനിൽക്കുക എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. അപ്പം എന്താ പോസിറ്റീവ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി എന്താ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തീർച്ചയായിട്ടും അതുകൂടി സാറ് പറഞ്ഞുതരാം. നോക്കിയാൽ നമ്മളുടെ ചെയിൻ, ഓക്കെ, മെയിൻ ചെയിൻ ആവാം, അതല്ലെങ്കിൽ റിംഗ് ആവാം, എനിത്തിങ്. ഓക്കെ, അപ്പൊ മക്കളെ നോക്കടാ, ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലെങ്കിൽ NO2 നൈട്രോ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകളെ സാർ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി തരാം കേട്ടോ. NO2 ഗ്രൂപ്പ് അല്ലേ, അതേപോലെ തന്നെ ഹാലജൻസ് നമ്മൾ ടോട്ടലി X എന്നാണ് അതിനെ നൊട്ടേറ്റ് ചെയ്യാറ്. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനൊക്കെ അതിൽ പെടും. ഓക്കെ, ഇനി മറ്റുള്ള ഗ്രൂപ്പുകൾ എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ആൾക്കാർ ആരും ആവാം കേട്ടോ. നമുക്ക് COOH കാർബോക്സിലിക് ഗ്രൂപ്പ്, ഇവരൊക്കെ എന്താണ് നമ്മൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള എന്ത് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്? മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ആളുകളെ തമ്മിൽ ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ഓക്കെ, റെഡി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, കാർബണുമായി ജോയിൻ ചെയ്ത ആള് കാർബണിനേക്കാൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ ആളാണോ? ഫോർ എക്സാമ്പിൾ ഇവിടെ OH ആണെന്ന് വിചാരിക്കുക. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് കാർബണിനേക്കാൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ ആളാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാലും മതി. എനിവേ, ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഈ ക്ലോറിൻ എന്താ ചെയ്യുന്നത്? ക്ലോറിൻ ഈ ചെയിനിൽ നിന്നുമുള്ള കാർബണിൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ വിളിക്കുക എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് എഫക്റ്റാണ് കാണിക്കുന്നത്? മൈനസ് ഐ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. എന്താണ് മൈനസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിനെ വലിക്കുന്നത് കാരണം കിട്ടുന്ന ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. മക്കളെ, അവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ക്ലോറിന് കിട്ടുന്നത് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ്. എന്നാൽ ഈ കാർബണിന് കിട്ടുന്നത് എന്താ? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആണ്. എന്നാൽ അതിൻ്റെ തൊട്ട് പിറകെയുള്ള കാർബൺസിനും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. സോ അത്രക്കില്ലെങ്കിലും കുറയുകയാണ് ചെയ്യുക. മക്കളെ, ഈ ഡെൽറ്റ കൂടുന്തോറും നിങ്ങൾ പാർഷ്യൽ ചാർജ് കൂടുന്നു എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഇതാണ് മക്കളെ എന്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ മക്കൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട എന്താടാ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റും സാറ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. ഒരു എഫക്റ്റ് കണ്ടാൽ ആരുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഓക്കെ, രണ്ടാമത്തെ എന്ത് കാരണമാണ് അത് ഉണ്ടാകുന്നത്, മൂന്നാമത്തത് ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനന്റ് ആണോ. മക്കളെ നോക്കാം, ഇവിടെയും സാറ് ചർച്ച ചെയ്യുന്ന കാര്യം നോക്കിക്കോ. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ്. അപ്പോൾ പൈ ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് ഓക്കെ ഇവിടെ നടക്കുന്നത്. പിന്നെന്താടാ, ഇത് എന്തിൻ്റെ പ്രസൻസിലാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് എ അറ്റാക്കിംഗ് റിയേജന്റ്. ഒരു അറ്റാക്കിംഗ് റിയേജന്റ് അഥവാ ന്യൂക്ലിയോഫൈലോ ഇലക്ട്രോഫൈലോ ആയിട്ടുള്ള അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക. അത് മാത്രം പോരാ, എന്താണ്, ഒരു മൾട്ടിപ്പിൾ ബോണ്ട് കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട് ഇതിന്. ഓക്കെ, പോസിബിൾ ഓൺലി കോമ്പൗണ്ട് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട് അഥവാ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വേണം, നിർബന്ധമാണ്. ഒരു അറ്റാക്കിംഗ് റിയേജന്റ് പ്രസൻസിലായിരിക്കും. അപ്പോൾ ഒന്നിന്റെ പ്രസൻസിൽ മാത്രമാണ് ഈ എഫക്റ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താടാ? ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. മക്കളെ, രണ്ട് ടൈപ്പ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്. എന്താ? ഒന്ന് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്, മറ്റൊന്ന് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ മക്കൾ ഇവിടെ നോക്കിക്കേ, ഒരു മൾട്ടിപ്പിൾ ബോണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബൺ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഈ കാണുന്നതിൽ ഈ ഡബിൾ ബോണ്ടിൽ നിന്നും ഉള്ള പൈ ഇലക്ട്രോൺസ്, അതായത് ഈ പൈ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് അതിലുള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവുകയാണ്. സ്വാഭാവികമായിട്ടും മക്കളെ, നിങ്ങളോട് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ സാറ് കൃത്യമായിട്ട് നിങ്ങളെ ചാപ്റ്ററിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? ഇവിടെ നെഗറ്റീവ് ചാർജ് ആവുകയും ഇതൊരു പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആവുകയും ചെയ്യും. സോ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇലക്ട്രോഫൈലാണ്, അതായത് പോസിറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോഫൈലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോഫൈൽ എങ്ങോട്ട് അറ്റാച്ച് ചെയ്യുക? ഇതൊരു നെഗറ്റീവ് കാർബൺ, ഇതൊരു പോസിറ്റീവ് കാർബൺ ആണെങ്കിൽ ഇലക്ട്രോഫൈലിനെ ഈ നെഗറ്റീവ് കാർബൺ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ നെഗറ്റീവ് കാർബൺ ആയിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആ നെഗറ്റീവ് കാർബണിലായിരിക്കും നമ്മളുടെ ആര് വരിക? ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആ കാർബൺ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ഈ എഫക്റ്റിനെ ഒന്ന് വായിച്ചു നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ്, അത് ഇലക്ട്രോമെറിക് എഫക്റ്റിൽ അങ്ങനെയാണല്ലോ. ഒക്കേഴ്സ് എവിടെയൊക്കെയാണ് ആ പൈ ഇലക്ട്രോൺസ് പോകുന്നത്? ടുവേർഡ്സ് ദ ആറ്റം വേർ അറ്റാക്കിംഗ് സ്പീഷീസ് അറ്റാച്ചസ്. അതായത് അറ്റാക്കിംഗ് റിയേജന്റ് എവിടെയാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ കാർബണിലേക്കാണ് പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തെങ്കിൽ അതാണ് എന്ത്? പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് എന്താ? നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് മക്കളെ. എന്താണ്?
ഇവിടെ സംഭവം ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, ഇവിടെ വന്നത് ന്യൂക്ലിയോഫൈലാണ്. ഒരു മൈനസ് ചാർജ് ഉള്ള സാധനം കണ്ടാൽ ന്യൂക്ലിയോഫൈലാന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈലുകൾ എങ്ങോട്ടാ വരിക മക്കളെ? നോക്ക്, നേരത്തെ അതേ ചർച്ചയാണ് സാറ് നടത്തുന്നത്. ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൈനസും ഇത് പ്ലസുമായി മാറുന്നു. ന്യൂക്ലിയോഫൈൽ എങ്ങോട്ടാ വരിക? പോസിറ്റീവ് ചാർജുള്ള കാർബോകാറ്റയോണിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ മൈനസ് ചാർജുള്ള കാർബൺ ആണ് അവിടെ അവശേഷിക്കുന്നത്. സോ മക്കളെ നോക്കടാ, ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ആണ്. എവിടേക്കാ? എവേ ഫ്രം ദ ആറ്റം വേർ അറ്റാക്കിംഗ് സ്പീഷീസ് അറ്റാച്ചസ്. അതായത് എവിടെയാണോ അറ്റാക്കിംഗ് സ്പീഷീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതല്ലാത്ത കാർബണിന്റെ മേലേക്കായിരിക്കും ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മൈനസ് ഇ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ഇതിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി പഠിച്ചു വെക്കാം. ഒരു ഇലക്ട്രോമെറിക് എഫക്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോഫൈൽ ആണെങ്കിൽ അവിടെ കാണുക എന്താണ്? പ്ലസ് ഇ എഫക്റ്റ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അവിടെ കാണാം മൈനസ് ഇ എഫക്റ്റ് ആണെന്ന് സിമ്പിളായി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ദെൻ മക്കളെ ഇതുകൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റും അതേപോലെ തന്നെ ഇലക്ട്രോമെറിക് എഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരേണ്ട മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് സാറ് ഓൾറെഡി പറഞ്ഞതാ, എന്നെങ്കിലും ഒന്നുകൂടി നോക്കാം മക്കളെ. ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ എ കാർബൺ ചെയിൻ ആണ് ഏത്? നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതെന്തുകൊണ്ടാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് ആറ്റം ഓർ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ കാർബൺ ചെയിൻ. ഓക്കെ, ഇറ്റ്സ് എ പെർമനന്റ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഇത് കാർബൺ സിഗ്മ ബോണ്ടിലൂടെയാണ് ഈ ഒരു എഫക്റ്റ് പോകുന്നത്. പിന്നെ പാർഷ്യൽ പൊളാരിറ്റി ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നോ അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് റിക്വയർഡ്. ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് ആവശ്യമൊന്നുമില്ല. ഇനി ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണെങ്കിലോ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ദെൻ എന്താണടാ അടുത്തത്? ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ് ആണ്. പോസിബിൾ ഓൺലി കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. കംപ്ലീറ്റ് പൊളാരിറ്റി, അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്ലസും മൈനസും ആകുന്നുണ്ട്. പിന്നെന്താടാ? ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ്. മക്കളെ വളരെ കൃത്യമായിട്ട് ഈ എഫക്റ്റുകൾ മക്കൾ പഠിച്ചു വെച്ചോ. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വെറൈറ്റി ടൈപ്പ് വരുന്നതെന്നൊക്കെ നമ്മൾ സൂപ്പർ 60 ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സും മറ്റുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. സോ മക്കളെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. താങ്ക് യു. സൈനിങ് ഓഫ്.